മതി, അഭിഷേകം മതി. ഇനി നിനക്ക് അഭിഷേകിനെ തന്നെ മതി മോളെ. പക്ഷേ ഇതെങ്ങനെ നടത്തിയെടുക്കും മോളെ? അതൊന്നും എനിക്കറിയില്ല. അമ്മ ഇതെങ്ങനെയെങ്കിലും നടത്തി തന്നെ പറ്റൂ. ഒരു വഴിയുണ്ട്. എന്ത് വഴി? അതിന് 2 കാര്യങ്ങൾ ചെയ്യണം. എന്താ? ആദ്യം ഋഷിക്കൊരു അപകടം ഉണ്ടാവണം. അവൻ അപകടം സംഭവിച്ച അത് ഗോപികയുടെ ജാതകദോഷം കൊണ്ടാണെന്ന് അവന്റെ കുടുംബത്തിലുള്ളവർ പൂർണ്ണമായും വിശ്വസിക്കും. അത് കഴിഞ്ഞ് 2ാം ഘട്ടം. എന്താ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞത്? സ്വർണ്ണമ്മയ്ക്ക് എന്നോട് വിരോധാണോ? നിന്നനിപ്പി കാലുമാറിയവളല്ലേ നീ? അത് പിന്നെ കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട, കാര്യം പറയും. എനിക്കൊരു സഹായം കൂടി ചെയ്തു തരുമോ? എങ്ങനെ? ഇതെന്റെ ഒരു അപേക്ഷയായിട്ട് കണക്കാക്കണം. സുലോചനെ, നിനക്ക് വേണ്ടി ചെയ്തു തന്ന സഹായങ്ങളൊന്നും ചില്ലറയല്ല. എന്നിട്ട് അതിന്റെ പ്രതിഫലമൊന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് വീണ്ടും സഹായം ചോദിച്ചു വന്നിരിക്കാ നീ? അത് പിന്നെ ഞാൻ എന്താ സുലോചന കാര്യം? ഞാൻ അമ്മയോട് സംസാരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. ഇത്രയും നാളും ദേവികയുടെ കല്യാണം നടത്താതെ മുടക്കി ഭദ്രന് വേണ്ടി കാത്തുവെച്ചത് ഞാനാ. ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. ദേവികയെ ഭദ്രന് തന്നെ തീർച്ചയായും കിട്ടും. പക്ഷേ അതിനു മുൻപ് അവസാനമായി ഈ ഒരു സഹായം കൂടി എനിക്ക് സ്വർണ്ണമ്മയുടെ ഭാഗത്ത് നിന്ന് വേണം. എന്താ വേണ്ടത്? അത് സുലോചന, നീ എന്താ ഈ പറയുന്നത്? ഇത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇത് വലിയ സഹായമാ. ഇവനിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നടക്കില്ല. അമ്മേ, നിങ്ങൾ വിഷമിക്കണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. റെഡിയായോ? ആ, ഞാൻ റെഡിയാ. എന്നാ വാ പോവാം. അല്ല, ഋഷി റെഡിയാവാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ റെഡിയായി. നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? സസ്പെൻസ് ആണോ? ഏയ് അല്ല, സസ്പെൻസ് ഒന്നുമല്ല. കുറച്ച് സമയം ഈ വീടിനകത്തെ ശ്വാസം മുട്ടലൊക്കെ ഒന്ന് ഒഴിവാക്കി പുറത്തെവിടെയെങ്കിലും പോയി സ്പെൻഡ് ചെയ്യാന്ന് കരുതി. ആരെയും പേടിക്കാതെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് രണ്ടാൾക്കൊന്ന് ചുറ്റിട്ട് വരാം. ഞാൻ റെഡി. എന്നാ വാ പോവാം.
യെസ്, തീർന്നാണോ അല്ലേ? അപ്പോഴേ ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. വണ്ടി എടുത്തോ. എന്തെല്ലാരും മിണ്ടാണ്ടിരിക്കണേ? ഞാൻ എത്ര പ്രാവശ്യമായി ചോദിക്കണു, എന്തെല്ലാരും സങ്കടപ്പെട്ടിരിക്കണേ? അമ്മേ, അമ്മെങ്കിലും പറ, എന്തിനാ അമ്മക്ക് അറിയണേ? മുത്തശ്ശി, എന്തിനിങ്ങനെ എല്ലാരും സങ്കടപ്പെട്ടിരിക്കണേ? അമലേ, നീ ഇവനെ കാന്റീനിൽ കൊണ്ടുപോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്. ശരി. സിദ്ധു, ഇല്ല, എനിക്കൊന്നും വേണ്ട. ഞാൻ പോവില്ല, എനിക്ക് എന്താന്ന് അറിയണം. സിദ്ധു ചെല്ല്, ഇവിടെ നിന്ന് ബഹളം വയ്ക്കാൻ പാടില്ല. അമലെ കൊണ്ടുപോയി. സിദ്ധു, എനിക്ക് കാര്യം എന്താന്ന് അറിയണം. എന്റെ ദേവിയെ, എന്റെ കുട്ടികൾക്കൊരാപത്തും വരുത്തല്ലേ. എത്ര കാലമായി ഋഷി ഡ്രൈവ് ചെയ്യണം, ഇതുവരെ ചെറിയൊരു അപകടം പോലും അവനുണ്ടായിട്ടില്ല. ഇതും അവന്റെ ഭാഗത്തുനിന്നുണ്ടായ അപകടമല്ലല്ലോ. ഏതോ ഒരു വാഹനം വന്ന് അവന്റെ കാറിന്റെ പിന്നിൽ വന്ന് ഇടിച്ചിട്ടുണ്ട്. അത് ആ കാറിന്റെ ബാക്ക് കണ്ടാൽ ആർക്കും മനസ്സിലാവും. പോലീസുകാരും അത് തന്നെയാ പറയുന്നത്. ഓരോരുത്തർ കണ്ണും മൂക്കും ഇല്ലാതെ വണ്ടി എടുത്തിറങ്ങിക്കോളൂ, മറ്റുള്ളവർക്ക് ആപത്തുണ്ടാക്കാനായിട്ട്. ഇടിച്ചിട്ടിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ ആ ഡ്രൈവർ. അവരോടൊപ്പം രക്ഷപ്പെടാന് പോലീസുകാരാണ് പോയിക്കോളൂ. ഇതുപോലൊരു അപകടത്തില എന്റെ സിദ്ധു. അവനിങ്ങനെ ഒരു വിധി ഉണ്ടായത്. ഇനി ഋഷിക്കും അങ്ങനെ എന്തെങ്കിലും. ഈശ്വരൻ, എന്തിനാ ഞങ്ങളെ എങ്ങനെ പരീക്ഷിക്കണേ?
അതല്ല, ഇതിപ്പോ ഈശ്വരന്റെ പരീക്ഷണമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ വിധി അറിഞ്ഞുകൊണ്ട് തലയിലേറ്റി വെച്ചെന്ന് പറയാനല്ലേ പറ്റുള്ളൂ. നീ എന്താ ഈ പറയുന്നേ? അതുകൊള്ളാം. ഇത്ര പെട്ടെന്ന് എല്ലാരും എല്ലാം മറന്നോ? ഈ അപകടം എങ്ങനെ ഉണ്ടായെന്നാ? ഇത് വെറുതെ ഉണ്ടായതൊന്നും അല്ല. ഗോപികയെ വിവാഹം കഴിച്ച ഋഷിയുടെ ജീവന് ആപത്തുണ്ടാകുമെന്ന് ആ ജ്യോത്സ്യൻ തറപ്പിച്ച് പറഞ്ഞതല്ലേ? എന്നിട്ട് അത് ധിക്കരിച്ച് വരുന്നിടത്ത് വെച്ച് കാണാവുന്ന മട്ടിൽ ഋഷി ഗോപികയെ കല്യാണം കഴിച്ചു. ഇപ്പൊ എന്തായി? ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ ഗോപികയുടെ ജാതകദോഷം ഏതാണ്ട് ഫലിച്ച പോലെ ആയില്ലേ? അകത്തെ ജീവന്റെയും മരണത്തിന്റെ ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുകയല്ലേ നമ്മുടെ ഋഷി. ഈ നേരത്താണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അത് കൊള്ളാം. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? പറഞ്ഞത് വാസ്തവല്ലേ? ഡോക്ടർ, മോന് ഒബ്സർവേഷനിലാണ്. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല. എന്റെ ഭഗവാനെ, മാഡം, ഋഷിക്കും ഗോപികയ്ക്കും അറിയില്ല, ഒന്നും അറിയില്ല. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്നാ ഡോക്ടർ പറഞ്ഞ്. ഇനിയെല്ലാം മുകളിലിരിക്കുന്ന ദൈവത്തിന്റെ കൈകളില. ആരെങ്കിലും അകത്തുകാരെ കണ്ടോ? ഇല്ല, ഇതുവരെ ആരെയും അകത്തോട്ട് കയറ്റിയിട്ടില്ല. ഇതെല്ലാം ഋഷിയുടെ എടുത്തിയാട്ടം കൊണ്ടുണ്ടായതാ. ജാതകദോഷമുള്ള ഗോപികയെ വിവാഹം കഴിക്കരുതെന്ന് അവനോട് കാല് പിടിച്ച് ഞാൻ കെഞ്ചി പറഞ്ഞല്ലേ, കേട്ടില്ലല്ലോ? അവനപ്പോ സ്വന്തം ജീവനൊക്കെ വലുത് ഗോപികയായിരുന്നു. എന്നിട്ടിപ്പൊ എന്തായി? വെറുതെ ഒന്നും ഒരു ജ്യോത്സ്യനും ആർക്കും ജാതകദോഷം ഉണ്ടെന്ന് പറയില്ല. അത് പാവ എന്റെ മോ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാ അവനിപ്പോ ഇതിനകത്ത് കിടന്ന് പ്രാണവേദന അനുഭവിക്കുന്ന. ഈ ആക്സിഡന്റ് വെറുതെ സംഭവിച്ചല്ല, ഗോപികയുടെ ജാതകദോഷം കൊണ്ട് തന്നെ ഉണ്ടായേ. എന്താ അങ്ങനെയല്ല എന്ന് ദേവികയ്ക്ക് പറയാനാവോ? മാഡം, അത് കൺമുമ്പിൽ ഒരു സംഭവം ഉണ്ടായിട്ടേ എങ്ങനെ കണ്ടില്ലെന്ന് വെക്കാനാ? ഋഷി ഗോപികയുടെ കഴുത്തിൽ കെട്ടിയ താലി അന്ന് ആ പന്തലിൽ വെച്ച് തന്നെ അഴിച്ചു മാറ്റിക്കണമായിരുന്നു. ദേ, കാലക്കേടിന് നമുക്കാർക്കും അത് തോന്നിയുമില്ല.
ഞാൻ പറഞ്ഞതാണല്ലോ. അപ്പോ ആരും എന്റെ കൂടെ നിന്നില്ല. എന്തായാലും ഋഷിയുടെയും ഗോപികയുടെയും കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം എടുത്തേ മതിയാവും. ഇനി എന്ത് തീരുമാനം എടുക്കാനാ? അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? തീരുമാനം ഇനി എടുക്കാം. നമുക്ക് വലുത് നമ്മുടെ ഋഷിയുടെ ജീവനല്ലേ. എന്നാ പിന്നെ നീ എന്താ മനസ്സിൽ കാണുന്നെന്ന് പറയും. പറയും മോളെ, എന്താ നിന്റെ തീരുമാനം? എനിക്ക് ഒരു തീരുമാനമേ ഉള്ളൂ. ഋഷി ഈ ആശുപത്രി കിടക്ക വിട്ടെഴുന്നേറ്റാൽ അടുത്ത ദിവസം ഋഷിയും ഗോപികയും തമ്മിലുള്ള ഡിവോഴ്സ് നടന്നിരിക്കണം. അത് ഞാൻ നടത്തിയിരിക്കും. ഡിവോഴ്സ് അല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. വയ്യ, ഇനി എനിക്ക് എന്റെ മകന്റെ പ്രാണൻ വെച്ചൊരു പരീക്ഷണത്തിന് വയ്യ. മാഡം, പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം വേണം. അവരുടെ ബന്ധം വേർപിരിച്ചേ മതിയാവും.